Hi friends, welcome back. 27,000 രൂപയുമായിട്ട് ഇറങ്ങിയിരിക്കുന്ന 200 മെഗാ പിക്സൽ ക്യാമറയുള്ള Redmi Note 12Pro Plusന്റെ ലോഞ്ച് എന്നായിരുന്നു. അതിന്റെ ഇവന്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇതിന്റെ പ്രൈസ് അനൗൺസ് ചെയ്യുമ്പോൾ ഗംഭീര കയ്യടിയും വിസിലടിയും ഒക്കെ ആയിരുന്നു. സത്യത്തിൽ ആ പ്രൈസ് ഈ ഒരു ഫോണിന് കേട്ടിട്ട് ഇത്രയധികം കയ്യടിക്കാൻ എങ്ങനെ എനിക്കത് അങ്ങോട്ട് സെറ്റ് ആകുന്നില്ല. കാരണം 27,000 രൂപ എന്ന് പറയുന്നത് ഇതിന്റെ ഓഫർ പ്രൈസ് മാത്രമാണ്. ആക്ച്വൽ പ്രൈസ് അതിനേക്കാൾ കൂടുതലാണ്. ആ പ്രൈസിന് ഇതിന് വിസിലടിക്കാൻ പോയിട്ട് ഒന്നും എനിക്ക് തോന്നില്ല എന്നുള്ളതാണ് വാസ്തവം. സത്യത്തിൽ ഞാനും ആ ഒരു ഇവന്റിന് ഉണ്ടാവേണ്ടതാണ്. കാരണം ഇൻവൈറ്റ് ഒക്കെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ പോകാൻ പറ്റിയില്ല, കുറച്ച് തിരക്കിലായിരുന്നു. മാത്രമല്ല ഈ ഫോണിന്റെ വീഡിയോയും 2 ദിവസം മുമ്പേ ഇടാമായിരുന്നു, അതും ആ സമയത്തിന് ഇടാൻ പറ്റിയില്ല. അതിനാദ്യം തന്നെ ഒരു റിയലി സോറി, എനിക്ക് പറ്റിയില്ല. പക്ഷെ ഇന്ന് ഇതിന്റെ എല്ലാ വശങ്ങളും, ഗുണങ്ങളും ദോഷങ്ങളും, ഡിസൈൻ ആയാലും അതേപോലെ പെർഫോമൻസ് ആയാലും ക്യാമറ ആയാലും എല്ലായിടത്തും ഞാൻ അത്ര ഹാപ്പി ഒന്നുമല്ല. കാരണം എല്ലാ ഭാഗത്തും നല്ല വശങ്ങളും ഉണ്ട്, പോരായ്മകളും ഉണ്ട്. പിന്നെ ഈ പ്രൈസിന് ഇത് എങ്ങനെയുണ്ട്, മൊത്തത്തിലുള്ള കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. എന്തായാലും കണ്ടു നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റായിട്ട് ഷെയർ ചെയ്യാം. ആദ്യമായിട്ട് ഈ ഒരു ബോക്സ് Redmi Note 12 Pro Plusന്റെ ബോക്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിനകത്ത് യൂഷ്വലായിട്ട് ഫോൺ ഉണ്ടായിരുന്നു, അതേപോലെ 120 വാട്ടിന്റെ ചാർജർ ഉണ്ടായിരുന്നു, ടൈപ്പ് സി കേബിൾ ഉണ്ടായിരുന്നു, കേസ് ഉണ്ടായിരുന്നു, അതുപോലെ ഡോക്യുമെന്റേഷൻ, സിം ടൂൾ, ഇത്രയും കാര്യങ്ങളാണ്. ഫോണിന്റെ ലുക്ക്, ഈ ഭാഗത്ത് ഡിസൈനിന്റെ ഭാഗത്ത് എന്താണ് നല്ല വശങ്ങൾ, ഇതിനകത്തെ പോരായ്മ എന്താണെന്ന് ചോദിച്ചാൽ ഡിസൈൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. കംപ്ലൈന്റ് ഒന്നുമില്ല, ബിൽഡ് ക്വാളിറ്റിയൊക്കെ അടിപൊളിയാണ്. IP53 വാട്ടർ റേറ്റിംഗ് ഉണ്ട്. 208 ഗ്രാമിന്റെ വെയിറ്റ് ആണ് ഈ ഒരു ഫോണിന് വരുന്നത്. അതേപോലെ 8.9 mm തിക്നെസ്. ടോട്ടലി കൈ പിടിക്കാനൊന്നും വലിയ കുഴപ്പമില്ല. ഡുവൽ നാനോ സിം ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. 3.5 mm ജാക്ക് കൊടുത്തിട്ടുണ്ട്. IR ബ്ലാസ്റ്റർ ഉണ്ട്. ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ ഉണ്ട്. ടോട്ടലി നല്ല സെറ്റപ്പിലുള്ള ഒരു ഫോണാണ്. ബിൽഡിലൊന്നും ഒരു ഇഷ്യൂ ഇല്ല, നല്ല ഫോണാണ്. പക്ഷേ എന്താണ് ഈ വശത്തെ ഉള്ള ഒന്നും കൂടി നന്നാവാമായിരുന്നു എന്ന് എനിക്ക് തോന്നിയ കാര്യം, അതായത് ഈ വശത്തെ ഒരു പോരായ്മയായിട്ട് പറയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് പ്രത്യേകിച്ച് ഇൻട്രസ്റ്റിംഗ് ആയ ഒരു മാറ്റങ്ങളൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല. അതായത് ഒരു കർവ്ഡ് ഡിസ്പ്ലേ, ഇപ്പോൾ Realme 10 Pro Plus ഒക്കെ നോക്കിയാൽ ഒരു കർവ്ഡ് ഡിസ്പ്ലേ ഒക്കെ ഉണ്ട്. ബട്ട് ഇതിനകത്ത് അങ്ങനെ ഒന്നുമില്ല. ഇതൊരു ഫ്ലാറ്റ് ഡിസ്പ്ലേ, യൂഷ്വൽ ആയ ഒരു ഡിസൈൻ തന്നെ. അതേപോലെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ, അതൊക്കെ അങ്ങനെ തന്നെയാണ് വരുന്നത്. പെർഫോമൻസ് ഒക്കെ പക്കയാണ്, നിങ്ങൾക്ക് ഇവിടെ കാണാം. പക്ഷേ ഒരു ഇൻ ഡിസ്പ്ലേ ഒക്കെ കൊടുത്തിരുന്നുവെങ്കിൽ, കാരണം ഇത് 30,000 രൂപ റേഞ്ചിൽ വരുന്ന ഒരു ഫോണാണ്. 27,000 എന്ന് ഞാൻ പറഞ്ഞത് ഓഫർ പ്രൈസാണ്. 30,000 രൂപയാണ് ഇതിന്റെ ശരിക്കും പ്രൈസ്. സോ അപ്പോൾ ആ ഒരു റേഞ്ചിൽ വരുമ്പോൾ ഒരു ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഒക്കെ ആവാമായിരുന്നു. പക്ഷെ അതൊന്നുമില്ല. സോ ടോട്ടലി ഒരു വ്യത്യസ്തമായ ഒരു സംഭവങ്ങളൊന്നും ഇവർ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ബട്ട് ഉള്ളതൊക്കെ നല്ല സെറ്റ് സംഭവമാണ്, നല്ല സ്ട്രോങ് ആണ്. Gorilla Glass 5ന്റെ ഫ്രണ്ട് ഒക്കെ ഉണ്ട്. ടോട്ടലി ഇംപ്രസീവ് ആണ്, നന്നായിട്ടുണ്ട്. ഇനി ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ 200 മെഗാ പിക്സലിന്റെ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനുള്ള മെയിൻ ക്യാമറയാണ്. 8 മെഗാ പിക്സലിന്റെ വൈഡ് ആംഗിൾ ക്യാമറയും പിന്നെ നമ്മുടെ 2 മെഗാ പിക്സലിന്റെ ലെജൻഡറി മൈക്രോ ക്യാമറയുണ്ട്. ഫ്രണ്ടിൽ 16 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയാണ്. ക്വാളിറ്റി അതെങ്ങനെയാണ് നമുക്കിവിടെ കണ്ടു നോക്കാം. ഇതാണ് ക്യാമറ ഇമേജുകൾ. മെയിൻ ക്യാമറ ആയാലും വൈഡ് ആംഗിൾ ക്യാമറ ആയാലും രണ്ടും നല്ല ക്വാളിറ്റിയാണ്, ഒരു കംപ്ലൈന്റും പറയാനില്ല. 30,000 താഴെ കിട്ടാവുന്ന നല്ല ക്വാളിറ്റിയുള്ള ഇമേജുകൾ തരുന്ന ഒരു ക്യാമറയാണ് ഈ ഒരു ഫോണിലേത്. എനിക്കതിൽ യാതൊരു കൺഫ്യൂഷനും ഇല്ല. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നുള്ളത് നിങ്ങൾ വേണം ഷെയർ ചെയ്യാൻ. ഹ്യൂമൻ സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ ഇമേജുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലായാലും ഡേ ലൈറ്റിലായാലും അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ് കിട്ടുന്നത്. സ്കിൻ ടോണൊന്നും വലിയ അപാകതകളൊന്നും പറയാനൊന്നും എനിക്ക് തോന്നുന്നില്ല, ഡീസന്റ് ക്വാളിറ്റിയാണ്. 30,000 താഴെയുള്ള ഒരു ഫോണുകളിൽ നോർമലി കണ്ടുവരുന്ന ഒരു നല്ല ക്വാളിറ്റി ഇമേജുകൾ. ചില ഫൈൻ ട്യൂണുകൾ ആവശ്യമുണ്ട്, ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ അപ്ഡേറ്റിൽ വരുമായിരിക്കാം. ടോട്ടലി ഹ്യൂമൻ സബ്ജക്റ്റ് ആയാലും നോർമൽ ലാൻഡ്സ്കേപ്പ് ഇമേജുകളായാലും ഒക്കെ ഈ ക്യാമറ എന്നെ സംബന്ധിച്ച് നല്ല ഇമേജുകൾ തരുന്ന ക്യാമറയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. 200 മെഗാ പിക്സലിന്റെ ഇമേജാണ് നിങ്ങൾ ഈ കാണുന്നത്. കുറേ സൂം ചെയ്ത് നോക്കാം എന്നതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ച് ക്വാളിറ്റി വ്യത്യാസങ്ങളൊന്നും ഇതിന് വരുന്നില്ല. ഡീസൻ്റായ ഇമേജുകൾ തന്നെയാണ്, നല്ല ക്വാളിറ്റി തന്നെയാണ്. വീഡിയോയിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഈ കാണുന്ന തരത്തിലുള്ളൊരു വീഡിയോ ക്വാളിറ്റിയാണ് 4K നമുക്ക് തരുന്നത്. നല്ല വിഷ്വൽ ക്വാളിറ്റി ഉണ്ട്, ഒരു തരത്തിലുള്ള കംപ്ലൈൻറ്റും പറയാനില്ല. സ്റ്റെബിലൈസേഷൻ വരുമ്പോഴാണ് ഒരു ഇഷ്യൂ, നിങ്ങൾക്ക് ഇവിടെ കാണാം. സ്റ്റെബിലൈസേഷൻ വളരെ കുറവാണ്, അതൊരു പോരായ്മയാണ്. കാരണം 30,000 താഴെ വരുന്ന ഒരു ഫോണിൽ ഒരു 4Kക്ക് ഒരു സ്റ്റെബിലൈസേഷൻ ആവാമായിരുന്നു, ഇവിടെ അതില്ല. ബട്ട് ഫുൾ HD 30 FPS ആണെങ്കിൽ ഈ കാണുന്ന തരത്തിലുള്ളൊരു സ്റ്റെബിലൈസേഷൻ ഉണ്ട്. സോ ഇതൊന്നും മനസ്സിൽ വെക്കുക, 4Kക്ക് സ്റ്റെബിലൈസേഷൻ വളരെ കുറവാണ്, ഇല്ല എന്ന് തന്നെ പറയാം. സെൽഫി ക്യാമറ ഇമേജുകൾ ഓവറോൾ ഡേ ലൈറ്റിലും ആർട്ടിഫിഷ്യൽ ലൈറ്റിലും നല്ല ക്വാളിറ്റി തന്നെയാണ്. ഞാൻ എടുത്തിരിക്കുന്ന ഇമേജുകൾ ബ്യൂട്ടിഫിക്കേഷൻ ഇട്ടിട്ടുള്ള ഇമേജുകളാണ് നിങ്ങൾ ഈ കാണുന്നത്. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലൊക്കെ നന്നായിട്ടുണ്ട്. ഇമേജുകളുടെ കാര്യത്തിൽ എനിക്ക് കംപ്ലൈൻറ്റ് ഇല്ല. സെൽഫി വീഡിയോയിലേക്ക് വരുമ്പോൾ അത്ര നല്ലൊരു ക്വാളിറ്റി ആയിട്ട് തോന്നിയില്ല. സെൽഫി ഫുൾ HD മാത്രം സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ, 4K ഇല്ല. അത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സാംസങ് ഒഴികെ മറ്റു ബ്രാൻഡുകളൊന്നും അധികം തരുന്നുമില്ല. എന്തായാലും ക്വാളിറ്റി കൊള്ളാം, കുഴപ്പമില്ല. സ്റ്റെബിലൈസേഷനും ഉണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ അത്യാവശ്യം നല്ല സെൽഫി വീഡിയോകൾ നമുക്ക് കിട്ടുന്നുണ്ട്. ബട്ട് സ്കിൻ ടോൺ, സെൽഫിയുടെ സ്കിൻ ടോണിൽ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. സോ സെൽഫി ക്യാമറയുടെ വീഡിയോയിൽ സ്കിൻ ടോൺസ് കുറച്ചുകൂടി നന്നാവണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് തീർച്ചയായിട്ടും കമൻ്റായിട്ട് ഷെയർ ചെയ്യാം. സോ ടോട്ടലി ഈ ഒരു ക്യാമറ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻ ക്യാമറ എന്തായാലും നല്ല ക്യാമറയാണ്. ഇമേജുകളായാലും വീഡിയോസ് ആയാലും ഒക്കെ ഡീസൻറ്റ് ക്വാളിറ്റിയാണ്. സെൽഫിയിലേക്ക് വരുമ്പോൾ
കുറച്ചൊക്കെ ഇമ്പ്രൂവ് ആവാനുണ്ട്. സ്കിൻ ടോണും കാര്യങ്ങളൊക്കെ കുറേയധികം ബെറ്റർ ആവാനുണ്ടെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഇനി ഇതിന്റെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ് എങ്ങനെയുണ്ട്? കാരണം 27,000 രൂപ റേഞ്ചിൽ വരുന്ന ഒരു ഫോണിന്റെ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ Dimensity 1080 എന്ന് പറയുന്ന പ്രോസസ്സറാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. 6nm മാനുഫാക്ചറിംഗ് പ്രോസസ്സിലാണ് ഇത് വരുന്നത്. Wi-Fi 6 ഉണ്ട്, 10 5G ബാൻഡുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, LPDDR4X RAM, UFS 2.2 സ്റ്റോറേജ്, വേപ്പർ ചേമ്പർ കൂളിംഗ് ടെക്നോളജി, ഡുവൽ സിം, ഡുവൽ 5G സ്റ്റാൻഡ് ബൈ സപ്പോർട്ട് ചെയ്യുന്നു. 2 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്, 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്, ടോട്ടലി ഒരു നല്ല പാക്കാണ്. ഒരു പ്രശ്നം ഈ ഭാഗത്തൊന്നും പറയാനില്ല. സോ മൊത്തത്തിൽ ഈ ഒരു സ്പെക്കെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ഇതിന്റെ പെർഫോമൻസിൽ റിയൽ ലൈഫിൽ എന്ത് എക്സ്പീരിയൻസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് വളരെ സ്മൂത്ത് ആയ എക്സ്പീരിയൻസ് ആണ്. വേറെ ലാഗും കാര്യങ്ങളൊന്നും എനിക്ക് വന്നില്ല. നോർമൽ യൂസിൽ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നില്ല. ബ്ലോട്ട് വയേഴ്സിന്റെ എണ്ണമൊക്കെ വളരെ കുറവായിട്ടാണ് തോന്നിയത്. കാരണം പ്രത്യേകിച്ചും നമ്മുടെ Realme 10 Pro Plus ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാൽ Realme 10 Pro Plus ഇഷ്ടംപോലെ ആപ്ലിക്കേഷനുകൾ വെറുതെ കുത്തി നിറച്ചിട്ടേക്ക് വരുന്നു. പക്ഷേ ഇതിനകത്ത് അത്രയും ഇല്ല. മാത്രമല്ല ഉള്ളതിൽ ഭൂരിഭാഗവും അൺഇൻസ്റ്റാൾ ചെയ്യാനും പറ്റുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് യൂസർ എക്സ്പീരിയൻസിൽ വലിയ പ്രശ്നമില്ല. പരസ്യങ്ങളുടെ ശല്യം ഒന്നും കണ്ടില്ല. സോ മൊത്തത്തിൽ നോർമൽ യൂസിന് പക്ക സെറ്റാണ്. ഗെയിമിങ്ങിലേക്ക് വരുമ്പോൾ ഓവർ ഹീറ്റിംഗ് ഒന്നുമില്ല. കോൾ ഓഫ് ഡ്യൂട്ടി ഒക്കെ ഞാനിവിടെ കളിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം, നൈസാണ്. പക്ഷേ ഗെയിമിംഗ് പെർഫോമൻസ് എന്ന് വരുമ്പോൾ നമുക്ക് ഈ റേഞ്ചിൽ 30,000 രൂപ റേഞ്ചിൽ ഇതിനേക്കാൾ ബെറ്ററായ സ്നാപ്ഡ്രാഗൺ 870 ഒക്കെ വെച്ചിട്ടുള്ള അടിപൊളി ഗെയിമിംഗ് പെർഫോമൻസ് ഉള്ള ഫോണുകൾ ഇഷ്ടം പോലെ ഉണ്ട്. സോ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയ ഒരു ഫോൺ നിങ്ങൾ നോക്കുവാണെങ്കിൽ വേറെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. ചെക്ക് ചെയ്യാൻ മറക്കരുത്. ബെസ്റ്റ് ഫോൺസ് അണ്ടർ 30,000 എന്ന വീഡിയോ നമ്മൾ തന്നെ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഐക്കണിൽ കൊടുക്കാം, കണ്ടു നോക്കുക, എന്നിട്ട് ചൂസ് ചെയ്യാം. ബട്ട് ബെസ്റ്റ് ഓൾറൗണ്ടർ ഫോൺ വേണമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇതിനെ പരിഗണിക്കാം. അങ്ങനെ പരിഗണിക്കുമ്പോഴും നമുക്കിവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട്. ആൻഡ്രോയിഡ് 12 വന്നിരിക്കുന്നത്. ആൻഡ്രോയിഡ് 13 ഇറങ്ങേണ്ടതായിരുന്നു ഈ ഒരു ഫോൺ എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇപ്പോൾ മിക്കവാറും എല്ലാ ഫോണുകളും ആൻഡ്രോയിഡ് 13 വന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇവരും ആൻഡ്രോയിഡ് 13 ഇറക്കേണ്ടതായിരുന്നു. ഇറക്കിയിരുന്നുവെങ്കിൽ ഒന്നുകൂടി നന്നായേനെ. പക്ഷേ ഇതിപ്പോൾ ആൻഡ്രോയിഡ് 12 സോ ഇത് കൂടി മൈൻഡിൽ വയ്ക്കുക. ബെസ്റ്റ് പെർഫോമിംഗും അല്ല, ആൻഡ്രോയിഡ് 12 വരുന്നത്. ഇത് രണ്ടുമാണ് ഈ ഭാഗത്തൊരു പോരായ്മയായിട്ട് നിൽക്കുന്നത്. ബാക്കിയെല്ലാം കൊണ്ടും ഈ ഫോൺ നല്ലതാണ്. ഇനി ഡിസ്പ്ലേയുടെ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു കംപ്ലൈൻറ്റ് പറയാനില്ലാത്ത 2 ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ഡിസ്പ്ലേ. ഇതിന് കർവ്ഡ് ഡിസ്പ്ലേ ഇപ്പോൾ Realme 10 Pro Plus ഉണ്ട് എന്നുള്ളത് ഒരു കാര്യമാണെങ്കിലും ആ ഒരു സംഗതി ഒഴിച്ചു നിർത്തിയാൽ വേറെ ഒരു അപാകതയും നമുക്ക് ഇതിൻ്റെ ഡിസ്പ്ലേയിൽ പറയാനില്ല. നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. 6.67 ഇഞ്ച് വരുന്ന AMOLED ഡിസ്പ്ലേ, 120 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റോട് കൂടിയാണ് വരുന്നത്. 240 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഉണ്ട്. PWM ഡിമ്മിംഗ്, അതായത് കണ്ണിനൊന്നും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. 900 നിറ്റ്സിന്റെയാണ് പീക്ക് ബ്രൈറ്റ്നസ്. HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡോൾബി വിഷന്റെ സപ്പോർട്ട് ഉണ്ട്. വൈഡ് ബാൻഡ് L1 സർട്ടിഫിക്കേഷൻ ഉണ്ട്. ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ ഉണ്ട്. ഹൈറസ് ഓഡിയോ വയേർഡും വയർലെസ്സും സപ്പോർട്ട് ചെയ്യും. ടോട്ടലി മീഡിയ കൺസംഷൻ ഒരു ഇഷ്യൂ ഇല്ല. അത് നെറ്റ്ഫ്ലിക്സ് ആവട്ടെ, ആമസോൺ ആവട്ടെ, ഹോട്ട്സ്റ്റാർ ആവട്ടെ, യൂട്യൂബ് ആവട്ടെ, HDR അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. സോ ഡിസ്പ്ലേ എക്സലന്റ് ഡിസ്പ്ലേ ആണ്, ഒരു പരാതിയും പറയാനില്ല. ഇനി ഔട്ട്ഡോർ വിസിബിലിറ്റി, ഔട്ട്ഡോറിലൊക്കെ നമ്മൾ ഫോൺ ഉപയോഗിക്കുമ്പോൾ ഡിസ്പ്ലേ വിസിബിലിറ്റി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു വിഷയമില്ല. ഞാനിപ്പോൾ ഡയറക്റ്റ് സൺലൈറ്റിലാണ് നിൽക്കുന്നത്. സമയം ഏകദേശം 2-3 മണിയാണ് ടൈം. ഈ ഒരു ടൈമിൽ നല്ല വെയിലുണ്ട്. ഈ സമയത്തും ക്ലിയർ ആയിട്ട് എനിക്ക് കാര്യങ്ങൾ കാണാം, ഒരു വിഷയമില്ല, പക്ക ക്ലീൻ ആണ്. സോ സൺലൈറ്റ് വിസിബിലിറ്റി, ഔട്ട്ഡോർ യൂസിബിലിറ്റി ഒക്കെ സെറ്റാണ് ഈ ഒരു ഫോണിനെ സംബന്ധിച്ച്. ബാറ്ററി, അതാണ് രണ്ടാമത്തെ ഒരു കംപ്ലൈൻറ്റും പറയാനില്ലാത്തൊരു ഭാഗം. 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ്, അരമണിക്കൂറിനുള്ളിൽ തന്നെ. അവർ പറയുന്നത് 19 മിനിറ്റ് ആണ്. അത് സംഭവിക്കുന്നില്ല, അത് സ്പെഷ്യൽ കണ്ടീഷനിലാണ്. ഒരു 20-25 മിനിറ്റുള്ള ഈസി ആയിട്ട് ഫുള്ളായിട്ട് ചാർജ് ആവും. നമ്മൾ 10% ഒക്കെ ഉള്ളപ്പോഴാണ് ചാർജ് ചെയ്യുന്നതെങ്കിൽ ഒരു വിഷയമില്ല. എന്തായാലും അരമണിക്കൂറിൻ്റെ ഉള്ളിൽ സംഗതി ഫുള്ളായിട്ട് ചാർജ് ആയി കിട്ടും. സോ ബാറ്ററി അടിപൊളിയാണ്. ലൈഫിലും കുഴപ്പമൊന്നും കണ്ടില്ല. ഞങ്ങൾ BGMI ഒക്കെ ഇവിടെ കുറേ ഞാനും മുളൊക്കെ കളിച്ചതാണ്. ബാറ്ററി ലൈഫിലൊന്നും ഇഷ്യൂസ് ഇല്ല, ബാറ്ററി ഒക്കെ സെറ്റാണ്. സോ ഫൈനലി ഈ ഒരു ഫോൺ എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു പറഞ്ഞ കാര്യങ്ങൾ ഓരോ സെക്ഷനിലും ഞാൻ ഓരോ ഭാഗങ്ങളിലും എനിക്ക് പോരായ്മയായിട്ട് തോന്നിയ കാര്യങ്ങൾ ഞാൻ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. സോ ഇതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് ഓരോ ഭാഗങ്ങളിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതൊക്കെ ആ പോരായ്മകളൊക്കെ മാറ്റി നിർത്തിയാൽ ഈ ഫോൺ എങ്ങനെയെന്ന് ചോദിച്ചാൽ നല്ല ഫോണാണ്, തീർച്ചയായിട്ടും നല്ല ഫോണാണ്. ഇതിൻ്റെ പ്രൈസ് അത് കുറച്ച് കുറയ്ക്കാമായിരുന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. ഞാൻ എൻ്റെ സുഹൃത്ത്, ഈ റെഡ്മി ഫാനായ ഒരു സുഹൃത്തിനെ, മലപ്പുറത്തുള്ളൊരു സുമേഷ്, എൻ്റെ സുഹൃത്താണ്, പലപ്പോഴും റെഡ്മി ഫോണുകളുടെ കാര്യത്തിൽ അഭിപ്രായം പറയുന്ന ഒരാളാണ്. അദ്ദേഹത്തോട് ചോദിച്ചു ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം. അദ്ദേഹവും സെയിം അഭിപ്രായമാണ് പറഞ്ഞത്. വില അത് ഒത്തിരി ഒന്ന് ഓടിപ്പോയി എന്നാണ് തോന്നിയത്. എനിക്കും അത് തന്നെയാണ് തോന്നിയത്. അതായത് കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞൊരു ആൻസർ എന്ന് പറയുന്നത് Redmi Note 12 Pro എന്ന് പറയുന്ന ഈ ഒരു ഫോണിൻ്റെ വിലയ്ക്കായിരുന്നു Redmi Note 12 Pro Plus എന്ന ഈ ഫോൺ വന്നതെങ്കിൽ അടിപൊളിയായേനെ എന്നാണ്. എനിക്കും ഫ്രാങ്ക്ലി അത് തന്നെയാണ് തോന്നിയത്. നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? ഒരു ഇച്ചിരി കുറവായിരുന്നെങ്കിൽ ഗംഭീരമായേനില്ലേ? ശരിക്കും ഇത് ഓഫറിൽ 27,000 രൂപ റേഞ്ച് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ സ്വല്പം എക്സ്ചേഞ്ച് ഓഫർ അത് എന്നൊക്കെ പറഞ്ഞ് കുറേ ഓഫറുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഓഫറുകളെല്ലാം കളക്ട് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഇത് വളരെ കുറഞ്ഞ വിലയ്ക്ക് 24,000 അതിൽ താഴെയൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന സംവിധാനങ്ങളുണ്ട്, എക്സ്ചേഞ്ച് ഓഫർ അടക്കം. സോ ഓഫറുകൾക്ക് കൂടി നോക്കുവാണെങ്കിൽ Note 12 Pro Plus എന്ന ഫോൺ നിങ്ങൾക്കൊരു വാല്യൂ ഫോർ മണി ഫോണായിട്ട് ഫീൽ ചെയ്യാം.
അതല്ലാതെ ഡയറക്റ്റായിട്ട് പോയിട്ട് 30,000 നിങ്ങൾ എടുക്കാൻ നോക്കിയാൽ അത്ര കണ്ട് എനിക്ക് തോന്നിയില്ല എന്നുള്ളതാണ് വാസ്തവം. സോ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം. എങ്ങനെയുണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഈ ഫോൺ? അഭിപ്രായങ്ങൾ ഞാൻ തീർച്ചയായിട്ടും കമന്റിൽ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.